മധ്യപ്രദേശിലെ ദാത്തിയ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തെ ഭരണകക്ഷിയായ ബിജെപിക്കും പ്രതിപക്ഷമായ കോൺഗ്രസിനും ഒരുപോലെ നിർണായകമായിരുന്നു. വലിയ രാഷ്ട്രീയ വെല്ലുവിളികളെ അതിജീവിച്ച് കോൺഗ്രസ് അവിടെ വെന്നിക്കൊടി നാട്ടിയിരിക്കുകയാണ്. കൃത്യമായ ഭൂരിപക്ഷ കണക്കുകൾ വരുന്നതേയുള്ളൂവെങ്കിലും 10,000 കടന്നിരിക്കുകയാണ് അവിടെ കോൺഗ്രസിന്റെ ഭൂരിപക്ഷം. നേരത്തെ ആദ്യ 4 റൗണ്ടുകളിൽ കോൺഗ്രസിന് വലിയ വെല്ലുവിളി സൃഷ്ടിക്കാൻ ബിജെപിക്ക് സാധിച്ചെങ്കിലും 6 മുതൽ 9 റൗണ്ടുകൾ കൂടി എണ്ണിയതോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഘൻശ്യാം സിംഗ് വമ്പൻ മുന്നേറ്റം നടത്തി. ഇതോടെ 500-ൽ ചാഞ്ചാടി നിന്ന ലീഡ് 10,000 കടന്നു. ദാത്തിയ മണ്ഡലത്തിൽ ബിജെപിയുടെ അശുതോഷ് തിവാരിയാണ് സ്ഥാനാർത്ഥി. 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ആസാദ് സമാജ് പാർട്ടിയുടെ ദാമോദർ യാദവ് 12,000-ൽ പരം വോട്ട് പിടിച്ചതാണ് ബിജെപിക്ക് തിരിച്ചടിയായത്. 10 റൗണ്ട് വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ ആകെ പോൾ ചെയ്തതിൽ 45,000 വോട്ടുകൾ ഘൻശ്യാം സിംഗ് പോക്കറ്റിലാക്കി. ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അശുതോഷ് തിവാരിക്ക് 35,439 വോട്ടുകളും ലഭിച്ചു. ദാത്തിയ സിറ്റിംഗ് MLA ആയിരുന്ന കോൺഗ്രസിന്റെ രാജേന്ദ്ര ഭാരതി അയോഗ്യനാക്കപ്പെട്ടതിനെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. ബാങ്ക് തട്ടിപ്പ് കേസിൽപ്പെടുത്തി ബിജെപി കളിച്ച നാറിയ കളികളിൽപ്പെട്ടാണ് രാജേന്ദ്ര ഭാരതിക്ക് പുറത്തു പോകേണ്ടി വന്നതെന്നാണ് കോൺഗ്രസ് ആരോപിച്ചത്. കോൺഗ്രസ് MLAയെ അയോഗ്യനാക്കി പകരം ആ സീറ്റ് പിടിച്ചെടുക്കാമെന്നുള്ള ബിജെപി മോഹമാണ് പാളിയത്. ഇക്കഴിഞ്ഞ ജൂലൈ 30-നാണ് 3 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടന്നത്. കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയായിരുന്നു പോളിംഗ്. വോട്ടെണ്ണലിനും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചിരുന്നു. 21.44% പോളിംഗ് ആണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുൻ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയും പ്രമുഖ ബിജെപി നേതാവുമായ നരോത്തം മിശ്രയുടെ സ്വാധീന മേഖല കൂടിയായ ദാത്തിയയിൽ നടന്ന മത്സരം രാഷ്ട്രീയ മണ്ഡലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കേന്ദ്രത്തിലും സംസ്ഥാനത്തുമുള്ള ഡബിൾ എഞ്ചിൻ സർക്കാരുകളുടെ വികസന നേട്ടങ്ങൾ മുൻനിർത്തിയാണ് ബിജെപി വോട്ട് തേടിയത്. എന്നാൽ ഡബിൾ എഞ്ചിൻ തട്ടിപ്പ് ഏറ്റില്ലെന്ന് മാത്രമല്ല, കനത്ത പരാജയം ബിജെപിക്ക് ഇന്നാട്ടിലെ ജനങ്ങൾ നൽകുകയും ചെയ്തു. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അടക്കമുള്ള പ്രമുഖർ ബിജെപി പ്രചരണത്തിന് നേതൃത്വം നൽകിയെങ്കിലും ജനവിധിയെ തടുക്കാൻ സാധിച്ചില്ല. കർഷകരുടെ പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ, സംവരണ വിഷയങ്ങൾ എന്നിവ ഉയർത്തിയാണ് കോൺഗ്രസ് രംഗത്ത് വന്നത്. സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ജിതു പട്വാരി, പ്രതിപക്ഷ നേതാവ് ഉമംഗ് സിംഗാർ തുടങ്ങിയവർ പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചതോടെ കോൺഗ്രസ് ചരിത്ര വിജയം കൊയ്യുകയും ചെയ്തു. ഈ ഉപതെരഞ്ഞെടുപ്പ് മധ്യപ്രദേശിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിമറിക്കുമെന്ന് ഉറപ്പാണ്. 2020-ലെ മെഗാ ഉപതെരഞ്ഞെടുപ്പാണ് മധ്യപ്രദേശ് രാഷ്ട്രീയ ചരിത്രത്തിൽ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഗതി മാറ്റിമറിച്ചത്. ജ്യോതിരാദിത്യ സിന്ധ്യയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വിട്ട് 22 MLAമാർ ബിജെപിയിൽ ചേർന്നതിനെ തുടർന്ന് കമൽനാഥിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ താഴെ വീഴുകയും ശിവരാജ് സിംഗ് ചൗഹാന്റെ നേതൃത്വത്തിൽ ബിജെപി അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് സർക്കാരിന്റെ നിലനിൽപ്പിന് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം നിർണായകമായി മാറുകയായിരുന്നു. ആകെ നടന്ന 28 സീറ്റുകളിൽ 19 വിജയിച്ച് ബിജെപി തങ്ങളുടെ ഭരണം സുരക്ഷിതമാക്കി. അന്ന് കോൺഗ്രസിന് ആകെ 9 സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാനായത്. ഇത് ജ്യോതിരാദിത്യ സിന്ധ്യയുടെയും ശിവരാജ് സിംഗ് ചൗഹാന്റെയും രാഷ്ട്രീയ മേധാവിത്വം കൂടുതൽ ഉറപ്പിക്കുന്നതായി മാറി. നിയമസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷമുള്ളപ്പോഴും ഓരോ ഉപതെരഞ്ഞെടുപ്പും ഭരണവിരുദ്ധ വികാരത്തിന്റെ അളവുകോലായാണ് രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാലയളവിൽ ബിജെപിക്ക് സംസ്ഥാനത്ത് കാര്യമായി ചലനമുണ്ടാക്കാൻ സാധിച്ചില്ലെന്ന് കാണാൻ സാധിക്കും. അതിനുമപ്പുറം കോൺഗ്രസിന്റെ പ്രസക്തി മധ്യപ്രദേശിൽ അവസാനിച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. രാജ്യത്ത് ആകെ നടന്ന 3 ഉപതെരഞ്ഞെടുപ്പിൽ 2-ലും ബിജെപി തോറ്റു. ജയിക്കാൻ സാധിച്ചത് ഗുജറാത്തിൽ മാത്രമാണ്. ബീഹാറിലെ സിറ്റിംഗ് സീറ്റ് കൈവിട്ടത് ദേശീയതലത്തിൽ തന്നെ ബിജെപിയുടെ പ്രാധാന്യം ചോദ്യം ചെയ്യപ്പെടുന്ന ഘടകമാണ്.